2025 ജൂലൈ 30 ഒരു പുത്തൻ ചുവടുവയ്പ്പിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ശാസ്ത്രലോകം. നിസാർ അഥവാ നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ സാറ്റലൈറ്റ് ഈ ദിവസമാണ് ലോഞ്ച് ചെയ്തത്. എന്താണ് നിസാർ, എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ സാറ്റലൈറ്റിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് നാസ ആണെങ്കിലും ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ISROയുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് നിസാറിന്റെ നിക്ഷേപണം നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ GSLV അഥവാ ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ചിംഗ് വെഹിക്കിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും ഏകദേശം 743 കിലോമീറ്റർ അകലെയുള്ള സൺ സിൻക്രണസ് ഓർബിറ്റലിലേക്കാണ് ഇത് വിക്ഷേപിച്ചിരിക്കുന്നത്. സൺ സിൻക്രണസ് ഓർബിറ്റൽ എന്നാൽ ഒരു പ്രത്യേക തരം പോളാർ ഓർബിറ്റൽ ആണ്. ധ്രുവ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സൺ സിൻക്രണസ് ഓർബിറ്റലിലെ ഉപഗ്രഹങ്ങൾ സൂര്യനുമായി താരതമ്യം ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ഒരേ സ്ഥാനത്തായിരിക്കും. ഇതിനർത്ഥം ഉപഗ്രഹം എല്ലായ്പ്പോഴും ഒരേ പ്രാദേശിക സമയത്ത് ഒരേ സ്ഥലം സന്ദർശിക്കുന്നു എന്നതാണ്. നിസാർ സാറ്റലൈറ്റിലെ ഉപരിതല മാറ്റങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന എക്സ്പാൻഡ് റാഡർ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ISRO ആണ്. ഇതിനൊപ്പം സസ്യജാലങ്ങളെയും മണ്ണിനെയും ആഴത്തിൽ ചിത്രീകരിക്കുന്നതിനായി നാസ വികസിപ്പിച്ചെടുത്ത എക്സ്പാൻഡ് റാഡർ സംവിധാനവും ഇതിന്റെ ഭാഗമാണ്. ഭൂമിയുടെ യഥാസമയത്തുള്ള മാറ്റങ്ങളെ, അതായത് വനനശീകരണം, ഭൂചലനം, വെള്ളപ്പൊക്കം, അഗ്നിപർവ്വതം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങിയവ നിരീക്ഷിക്കാനും ഈ സാറ്റലൈറ്റ് സഹായകമാവും. കൂടാതെ ഭൂമിയെക്കുറിച്ചുള്ള ഡാറ്റകൾ ശേഖരിച്ച് അത് ഗവേഷകർക്കും കാർഷിക മേഖലയ്ക്കും ഭരണകൂടത്തിനും ഫലപ്രദമായി ഉപയോഗിക്കാനും കഴിയും. പ്രകൃതി ദുരന്തങ്ങൾക്കും കാലാവസ്ഥാ മാറ്റത്തിനും എതിരായ ഈ പോരാട്ടത്തിൽ നിസാർ ഒരു നിർണായക കയ്യൊപ്പ് ചേർക്കുന്നു. ഭാവിയിലേക്കുള്ള സുരക്ഷാ കവചം പോലെ നമുക്കിതിനെ കണക്കാക്കാം. നാസയുടെയും ISROയുടെയും ഈ ഒത്തുചേരലിലൂടെ ഇന്ത്യൻ സ്പേസ് എഞ്ചിനീയറിംഗിലെ കഴിവുകൾ വികസിപ്പിക്കാനും ബഹിരാകാശ പര്യവേഷണത്തിൽ കൂടുതൽ അന്താരാഷ്ട്ര പങ്കാളിത്തം ഉറപ്പുവരുത്താനും സാധിക്കും. താങ്ക് യു.